നമസ്കാരം. ട്രൂത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. കൊല്ലം നിലമേലിൽ 5 സ്ഥലങ്ങളിലായി കഴിഞ്ഞ രാത്രിയിൽ മോഷണം നടന്നു. നിലമേൽ കൈതോട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നും വിളക്കുകളും കിണ്ടികളും മോഷ്ടിച്ചതായി ഭാരവാഹികൾ പറഞ്ഞു. തൊട്ടടുത്തുള്ള കടകളിൽ നിന്നും മാടക്കടകളിൽ നിന്നുമാണ് പിന്നീട് മോഷണം നടന്നത്. ഇവിടെ നിന്നും അരിയും സോപ്പും തുണിത്തരങ്ങളും മോഷ്ടിച്ചതായി പറഞ്ഞു. കടയുടമകളുടെയും ക്ഷേത്രം ഭാരവാഹികളുടെയും പരാതിയിൽ കേസെടുത്ത ചടയമംഗലം പോലീസ് നിരവധി CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം നടത്തുന്നതായി ചടയമംഗലം CI സുനീഷ് അറിയിച്ചു. കഴിഞ്ഞ 10 ദിവസങ്ങൾക്ക് മുൻപ് ചടയമംഗലത്ത് ജ്വല്ലറിയിൽ മോഷണ ശ്രമം നടത്തിയ പ്രതികളെ ചടയമംഗലം CIയുടെ നേതൃത്വത്തിൽ മണിക്കൂറുകൾക്കുള്ളിൽ പിടികൂടിയിരുന്നു. ന്യൂസ് ഡെസ്ക് ട്രൂത്ത് വിഷൻ ന്യൂസ്. അരി സാധനങ്ങൾ, പലചരക്ക് സാധനങ്ങൾ, സിഗരറ്റ്, വെളിച്ചെണ്ണ, തേയില, പൈസ 14,000 രൂപ ഉണ്ടായിരുന്നു ക്യാഷ്. എല്ലാവർക്കാണ് പോയത്. ഞാൻ കാലത്ത് 6 മണിക്കാണ് വന്ന് തുടങ്ങുന്നത്. ഇന്ന് 6:30 മണിയാണ് വന്ന് തുടങ്ങുന്നത്. അപ്പോൾ തുറന്ന് ഷട്ടർ അടച്ചിട്ടിരിക്കുന്ന പൂട്ടെല്ലാം പൊളിച്ചിട്ട് മാറിയിരിക്കുന്നത്. 15 കിലോ ഈത്തപ്പഴം, 2 ജാറ് ജ്യൂസ്, ഈത്തപ്പഴത്തില്ല, 15 പാക്കറ്റ് സിഗരറ്റ്, പിന്നെ ഒരു മുസായിബ്. ഞാൻ എല്ലാ ദിവസവും രാവിലെ 6:30 പോയിരുന്ന കട തുറക്കുന്നതാണ്. ഇന്ന് ആ സമയത്ത് വന്നപ്പോഴത്തേക്ക് ഇവിടെ തുറന്നു നടക്കുന്നു. അകത്തോട്ട് നോക്കിയപ്പോൾ സാധനങ്ങളെല്ലാം വാരി പിടിച്ചിട്ടിരിക്കുന്നു, ഷട്ടറും പൊങ്ങിയിരിക്കുന്നു. അങ്ങനെ കയറി നോക്കിയപ്പോഴത്തേക്കാണ് ഒരാൾക്ക് തേങ്ങ ഇവിടെ ഇരുന്നത്, ഒരാൾക്ക് അരി, ഇന്നലെ ഒരു 4,000 രൂപയ്ക്ക് സിഗരറ്റ് എടുത്തുകൊണ്ടുവന്നത്, പിന്നെ ഒരു 3-4 കുപ്പിയിലെ വെളിച്ചെണ്ണ, പിന്നെ പിയേഴ്സിൻ്റെ സോപ്പ് പുറത്തുണ്ടായിരുന്നു, അത് മാത്രമേ എടുത്തുള്ളൂ. മറ്റുള്ള സോപ്പുകളൊന്നും എടുത്തിട്ടില്ല. പിന്നെ കുറേ മുണ്ടും ഷർട്ടുമൊക്കെ എടുത്ത് 1-2 ഷർട്ട് ഇവിടെ കിടന്നു. സാധനങ്ങളെല്ലാം വാരി പിടിച്ചിട്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രി, സമയം അറിയാൻ വയ്യ, രാത്രിയോട് കൂടി നമ്മളെ ക്ഷേത്രത്തിൽ മോഷണം നടന്നു. രാവിലെ നമ്മളിവിടുത്തെ പൂജ പിന്നെ പൂജ നടത്തുന്ന തിരുമേനി രാവിലെ ഫോൺ ചെയ്ത് പറഞ്ഞു, പിന്നെ അടുത്ത കടകളിലെ കള്ളം കയറി, നമ്മളതിനെ ഗേറ്റ് തുറന്നു നടക്കുന്നു, ഒന്ന് നോക്കണമെന്ന് പറഞ്ഞു. ഞാനൊന്ന് നോക്കിയപ്പോൾ സംഭവം ശരിയാണ്. പിന്നെ എൻ്റെ വീട് പിന്നെ നമ്മളെ ക്ഷേത്രത്തിന് അടുത്താണ്. നോക്കിയപ്പോൾ പിന്നെ ഡോർ തുറന്നു നടക്കുന്നു. നോക്കി പൂജ ചെയ്യാനുള്ള സാധനങ്ങൾ, സാമഗ്രികൾ, നിലവിളക്ക് ഏകദേശം ഒരു 20 വരും. വലിയ വിളക്ക്, ചെറിയ വിളക്ക്, തട്ടം, പിന്നെ ഭഗവാന് നിവേദ്യം ചെയ്യുന്ന പാത്രങ്ങൾ, ഇതെല്ലാം മോഷണം പോയി. പിന്നെ വഞ്ചി അങ്ങനെയൊന്നും കുത്തി തുറന്നിട്ടില്ല. പിന്നെ നേരത്തെ ഒരു 4 വർഷം മുമ്പ് വഞ്ചി കുത്തി തുറന്നായിരുന്നു. അന്നൊക്കെ ഞങ്ങളിങ്ങനെ പരാതി കൊടുത്തായിരുന്നു. അത് മാത്രമല്ല, അടുത്ത് പരിസരത്തുള്ള 2-3 കടകളിൽ മോഷണം നടന്നു. അവിടെ